നമ്മൾ ഇലക്ട്രിക് സൈക്കിൾ ഈ വഴി വന്നപ്പോൾ ആകാശത്ത് നോക്കുമ്പോൾ മൊത്തം ഡ്രോണുകളൊക്കെ ഇങ്ങനെ പറക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഡ്രോണിനെ വെച്ചിട്ടാണ് ഇവിടെ മരുന്നടിക്കുന്നത്. അപ്പം ആ ഒരു വിശേഷം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുത്തുള്ളൊരു പാടശേഖരമാണ് കേട്ടോ. ഇതിപ്പോൾ നെല്ല് വിതച്ച് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ അകലെയാണ് ആ ഒരു ഡ്രോൺ പറക്കുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണാൻ കുറച്ച് പാടായിരിക്കും, ഒരുപാട് അകലെയാണ് ആ ഒരു ഇത് പറക്കുന്നത്. എന്തായാലും നമുക്ക് അവിടം വരെ ചെല്ലാനുണ്ട്. അപ്പോൾ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. ഇപ്പോൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പ്രേയിങ് മെഷീനാണ്. നേരത്തേക്ക് മുമ്പൊക്കെ ഇത് വെച്ചാണ് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. ഇതും ഈ കൂടെ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ആ ഒരു ഡ്രോൺ വെച്ചും ഇവിടെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെള്ളം അധികം കയറ്റിയിട്ടിട്ടില്ല, വെള്ളം കുറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളം കയറ്റും. ഇത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം കയറ്റുന്നു. ഇത് മാനുവലായിട്ട് സ്പ്രേ ചെയ്യുന്ന മെഷീനാണ്. നമ്മൾ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പ്രേ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വരുന്ന മെഷീനാണ് ഇപ്പം ഈ കാണുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഡ്രോൺ വരുന്നത്. ഇപ്പം നമുക്ക് അവിടം വരെ കുറച്ചുകൂടെ ദൂരമുണ്ട്. ഓക്കെ, ഇതാണ് ഡ്രോൺ വരുന്നത്. ഇത് സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അത് ലീഫിലോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലീഫിന് താഴെയായിട്ട് മെഷീൻ വെച്ച് സ്പ്രേ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന ടാങ്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു സ്പ്രേയർ വർക്ക് ചെയ്യുന്നത്. നല്ല കാറ്റാണ് കേട്ടോ അടുത്ത് തന്നേക്ക് ഇപ്പോൾ. ഇതാണ് ആ ഒരു ഡ്രോൺ വരുന്നത്. 6 ലീഫ് വരുന്ന ടൈപ്പാണ്. ഇതിനകത്ത് യൂസ് ചെയ്യുന്നേക്കുന്ന മരുന്നാണ്, നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്സിംഗ് ആണ് ഈ കാണുന്നത്. എന്ത് മെഡിസിൻ ആണെന്ന് അറിയില്ല, എന്ത് വരുന്നതാണെന്ന് അറിയില്ല. ഇത് അതിൻ്റെ ടാങ്കിലേക്ക് നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പറക്കൽ കഴിഞ്ഞിട്ട് ബാറ്ററി ഡൗൺ ആകുന്നതനുസരിച്ച് ബാറ്ററി വേറെ റീപ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഒരു വട്ടം ചാർജ് ചെയ്താൽ ഏകദേശം 20 മിനിറ്റാണ് കണ്ടിന്യൂസ് ഫ്ലൈയിങ് ടൈം കിട്ടുക. അത്യാവശ്യം വെയിറ്റുള്ള ബാറ്ററിയാണ്. എന്ത് ബാറ്ററിയാണ് നമുക്ക് ചോദിച്ചു നോക്കണ്ടേ. ഇതാണ് അതിൻ്റെ റിമോട്ട് വരുന്നത്. ഇത് വെച്ചാണ് അത് കൺട്രോൾ ചെയ്യുന്നത് മൊത്തം. അതിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ സ്പ്രേയിങ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതുപോലെയാണ്. പിന്നെ ഈ ഒരു ഡ്രോൺ വെച്ച് നമുക്ക് മറ്റ് കൃഷികൾക്ക് ഉപയോഗിക്കാം. വേറെ കൃഷി ചെയ്യുന്നതിലും ഉപയോഗിക്കാം. അല്ലാതെ നെൽപ്പാടത്ത് മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ പറ്റുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് ആ ഒരു കമ്പനിയിലെ സ്റ്റാഫാണ്. അപ്പം കൂടുതൽ വിശേഷം പുള്ളിയോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചു നോക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫീസിലേജ് ഇന്നോവേഷൻസ് എന്നുള്ള കമ്പനിയിൽ നിന്നാണ്. നമ്മളെ കമ്പനി മെയിനായിട്ട് ചെയ്യുന്നത് ഡ്രോൺ മാനുഫാക്ചറിങ് ആണ്. നമ്മൾ ഡ്രോൺ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് 2 ടൈപ്പ് ഡ്രോൺസാണ് ഉള്ളത്. ഒന്ന് അഗ്രികൾച്ചർ ഡ്രോണും ഒന്ന് മാപ്പിംഗ് ഡ്രോൺസ്. നമ്മൾ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളെ ലേറ്റസ്റ്റ് ഡ്രോണായ ഫിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് ഗവൺമെൻറ് DGCI സർട്ടിഫിക്കേഷൻ ഉണ്ട്, സ്മാൾ കാറ്റഗറി സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആൾമോസ്റ്റ് 50,000 ഏക്കറിൽ R&D ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രോണിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി കേട്ടോ. ഇത് സീൽഡ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. ലിഥിയം ഫോസ്ഫേറ്റ് അല്ല ലിഥിയം പോളിമറാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. അത് ഒരു പറക്കലിന് ശേഷം അത് ചാർജ് ചെയ്യും. അപ്പം വീണ്ടും റീചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഈ കാണുന്നത്. അപ്പം അത് ഇലക്ട്രിസിറ്റി വെച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്നത്. സ്പെഷ്യലായിട്ടുള്ള ഒരു ചാർജേഴ്സും അതുപോലെ തന്നെ കൺട്രോളറും എല്ലാം വരുന്നുണ്ട് അതിനകത്ത് തന്നെ. ഇതാണ് ആ ഒരു മെഷീൻ വരുന്നത്. ഈ ബാറ്ററിയുടെ ഉള്ളിൽ BMS വരാത്ത ടൈപ്പ് ഇതല്ലേ? അതിന് വരുന്നത് ബാറ്ററി സിസ്റ്റം ഇല്ലാത്തല്ല, ഡയറക്റ്റ് ആ ഒരു സീരീസ് ആയിട്ട് അവിടെ നിന്ന് കണക്ഷൻ പോയത് അല്ലേ? 6 അല്ലേ? 3.2 വോൾട്ട് അല്ലേ ഒരെണ്ണം? ലിഥിയം ഫോസ്ഫേറ്റ് അല്ലേ? ലിഥിയം പോളിമർ അല്ലേ? BMSന് പകരം അതിനകത്ത് തന്നെ ബാലൻസ് ചെയ്ത് ചാർജർ വെച്ചിട്ട് ഒരെണ്ണം എത്ര 18 ആംപിയറോ? അതോ 2 ഇതുണ്ട്. ഇതിപ്പോൾ
ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലാണ്. ഇവരെ 16 ആംപിയറിൻ്റെയാണ്. ഇത് FI എന്ന് പറഞ്ഞിട്ട് സാധനത്തിൻ്റെ, ഇത് 17 ആംപിയറിൻ്റെ. ഓക്കെ ഓക്കെ. 6 അല്ലല്ലേ? 6 18 വോൾട്ട്. അപ്പം 18 വോൾട്ട് 20 വോൾട്ടാന്ന് തോന്നുന്നു, അതോ 25 വരെ വരുന്നുണ്ടോ? ഒന്ന് ഏകദേശം 4.2 വെച്ച് വരും. ഫുൾ ചാർജ് ഇല്ലല്ലേ? 4.2 വെച്ചാൽ ഇപ്പോൾ 25 വോൾട്ട്. 25.2 വന്ന് ആണ് ഫുൾ വോൾട്ട്, ഫുൾ ചാർജ് വരുമ്പോൾ. ഇത് 16 ആംപിയറിൻ്റെ ഹിയർ വിൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആംപിയർ നമ്മൾ സെറ്റ് ചെയ്ത്. ആംപിയർ ഇവിടെ ബാലൻസ് ചാർജ്, ഇവിടെ ഫാസ്റ്റ് ചാർജ് ഉണ്ട്, ബാലൻസ് ചാർജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെല്ലിലും അത് ബാലൻസ് ചെയ്ത് ഇത് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് യൂസ് ചെയ്യാതെ ഇപ്പോൾ ഒരു കുറച്ചാളത്തേക്ക് ചുമ്മാ വെച്ചേക്ക് പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓരോ സെല്ലിലും ഓരോരോ വോൾട്ടേജ് ആയിട്ട് കുറഞ്ഞു വരും. ബാലൻസ് ചെയ്തെടുക്കണം. അത് ബാലൻസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ചാൾ ഉപയോഗിക്കണ്ട ആ സമയത്ത് ഇതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അതിട്ട് ചാർജ് ചെയ്ത് വെച്ചേക്കുക. ആ മോഡ് ഇവിടെ ഉണ്ടല്ലോ, ഫാസ്റ്റ് ചാർജ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പിന്നുള്ളത് ബാലൻസ് ചാർജ്. രണ്ടിനും എല്ലാത്തിനും നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട്. സ്മാർട്ട് ചാർജർ അല്ലേ? ഇത് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലും കൂടെ ഉണ്ട്. 4 പ്രൊപ്പലർ വേണം. നമ്മളിപ്പോൾ അവിടെ വെച്ചേക്കുന്നതാണോ? ഇത് എന്തെങ്കിലും പറ്റിപ്പോയാൽ പെട്ടെന്ന് ക്രാഷൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെക്സാകോപ്റ്റർ ആണ്. 6 ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കോഡാണ്. 4 ലീഫ് വരുന്ന കോഡ് കോപ്റ്ററാണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആൾമോസ്റ്റ് 100 ഡ്രോൺസോളം നമ്മളിപ്പോൾ പല ഗവൺമെൻറ് സെക്ടറിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസാണ് വരുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് സബ്സിഡീസ് നൽകുന്നത്. ഇപ്പോൾ ഫാമേഴ്സിനാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നത് 50%, ഇപ്പോൾ നിങ്ങളൊരു സംഘത്തിൻ്റെ ഇതായിട്ട് എടുക്കുന്നത് 80% ഗവൺമെൻറ് സബ്സിഡിയോട് കൂടിയാണ് ഈ ഡ്രോൺസ് സീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടോ അല്ലെങ്കിൽ വാങ്ങാനുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയായിട്ട് സമീപിച്ചത്.